ജീവിതകാലത്ത് ഉമ്മാന്റെ കൈ പിടിച്ച് കരയാത്ത മക്കള്, വാപ്പാന്റെ കൈ പിടിച്ചൊന്ന് കരയാത്ത മക്കള്, അദ്ദേഹം മരിച്ചതിന് ശേഷം കരയുന്നു. സുബ്ഹാനല്ലാഹ്. വാപ്പാന്റെ മദ്ഹ് പറയുന്നു, ഉമ്മാന്റെ മദ്ഹ് പറയുന്നു. അവർക്ക് വേണ്ടി പലതും ചെയ്യുന്നു. ജീവിതകാലത്ത് ഒരു ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാത്ത മകൻ, ജീവിതകാലത്ത് നല്ല ഭക്ഷണം കൊടുക്കാത്ത മക്കള്, ജീവിതകാലത്ത് നല്ലൊരു വീട്ടിൽ താമസിപ്പിക്കാത്ത മക്കള്, ജീവിതകാലത്ത് നല്ലൊരു വാഹനത്തിൽ കൊണ്ടുപോകാത്ത മക്കള്, ജീവിതകാലത്ത് ഭാര്യയും മക്കളും കൂട്ടിട്ട് ടൂറ് പോകുമ്പോ നല്ല നല്ല 5 സ്റ്റാർ ഹോട്ടലിൽ കയറി നല്ല രുചികരമായ ഭക്ഷണം കഴിക്കുമ്പോൾ ഉമ്മാനെ തനിച്ചാക്കി ഒരു ചെറിയ കുട്ടിയെയും ഹെൽപ്പിനാക്കി, അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിലെ ആരെങ്കിലും ഒന്ന് ഏൽപ്പിച്ചിട്ട് അതെ ഒരു ചെറിയ മൊബൈലും കൊടുത്തിട്ട് ടൂറ് പോകുന്ന മക്കളില്ലേ? അതല്ലെങ്കിൽ രുചികരമായ ഭക്ഷണം കഴിക്കാൻ പോകുന്ന മക്കളില്ലേ? പോരുമ്പോൾ സുബ്ഹാനല്ലാഹ്, ചെറിയ കുട്ടി ചോദിക്കുകയാണ്, ഉമ്മാക്ക് ഭക്ഷണം വാങ്ങണ്ടേ, ഉമ്മമ്മക്ക് ഭക്ഷണം വാങ്ങണ്ടേ, ഉപ്പപ്പാക്ക് ഭക്ഷണം വാങ്ങണ്ടേ എന്ന് ചോദിക്കുമ്പോ അതേ പറയുന്നു, ഹോട്ട്സ് കൊടുക്കാം, കഞ്ഞി വെച്ച് കൊടുക്കാമെന്ന് പറയുന്ന കാലം കഴിഞ്ഞു പോയി. ആ വാപ്പ മരിച്ചപ്പോൾ, ഉമ്മ മരിച്ചപ്പോൾ ഉമ്മയുടെ തലക്കും ഭാഗത്തിരുന്ന് വാപ്പായുടെ തലക്കും ഭാഗത്തിരുന്ന് കരയുന്ന മക്കളെ, കരയുന്ന മക്കളെ, ജീവിതകാലത്തെ പൊരുത്തം വാങ്ങാൻ കഴിയാത്ത എനിക്കും നിങ്ങൾക്കും, ജീവിതകാലത്തെ പൊരുത്തം വാങ്ങാൻ കഴിയാത്ത മക്കള്, ആ മാതാപിതാക്കൾ ആഗ്രഹിച്ചതെന്താണ്? ഒന്നെന്റെ അരികത്ത് വന്നിട്ട് എന്റെ കൈയൊന്ന് പിടിച്ചിട്ട്, ഉമ്മ ഗുളിക കുടിച്ചോ, വാപ്പാ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചാൽ എനിക്കെത്ര സന്തോഷമാണ്, എനിക്കെത്ര സായോജ്യമാണ്. എന്നാ മാതാപിതാക്കളെ ചിന്തിച്ചിരുന്നു. പക്ഷേ അതിനവസരം കൊടുക്കാതെ ആ മാതാപിതാക്കളെ തട്ടി കളിച്ചവരില്ലേ? ഫുട്ബോൾ ഗ്രൗണ്ടിലെ ഫുട്ബോൾ തട്ടുന്നത് പോലെ അല്ലാ അല്ലാ ഉമ്മാനെ തട്ടിക്കളിച്ചവർ, വാപ്പാനെ തട്ടിക്കളിച്ചവർ ചിന്തിച്ചോ, ആഖിറത്തിൽ രക്ഷയില്ല, ദുനിയാവിലും രക്ഷയില്ല. ഇനി നിങ്ങൾ നോക്കി, ഞാൻ പറഞ്ഞു വരുന്നത്, ചില ആളുകളുണ്ട്, എന്താണ് തമ്മിൽ തെറ്റി നിൽക്കുന്ന ആളുകള്, അത് സംഘടനയുടെ പേരിൽ തെറ്റി നിൽക്കുന്നവർ. സുബ്ഹാനല്ലാഹ്, പ്രതീക്ഷിച്ച സ്ഥാനം കിട്ടാത്തതിന്റെ പേരിൽ അതേ തെറ്റി നിൽക്കുന്നവർ. അല്ലാഹ്, വ്യക്തികളുടെ മുമ്പിൽ തെറ്റി നിൽക്കുന്നവർ, അങ്ങനെ തുടങ്ങിയിട്ട് അങ്ങനെ പലരുമുണ്ടല്ലോ. മാതാപിതാക്കളുമായി തെറ്റി നിൽക്കുന്നവർ, വാപ്പയുമായി തെറ്റി നിൽക്കുന്നവർ, ഉമ്മയുമായി തെറ്റി നിൽക്കുന്നവർ, ജ്യേഷ്ഠനുമായി തെറ്റി നിൽക്കുന്നവർ, അനുജനുമായി തെറ്റി നിൽക്കുന്നവർ, അയൽവാസിയുമായി തെറ്റി നിൽക്കുന്നവർ, പള്ളിയിലെ ഉസ്താദുമായി തെറ്റി നിൽക്കുന്നവർ, മുദരിസുമായി തെറ്റി നിൽക്കുന്നവർ, അവരാരാണെന്നറിയുമോ? അങ്ങനെ തെറ്റി നടക്കുന്നവർ വ്യക്തികളുടെ മുമ്പിൽ അത് ആളാകുകയാണ്, സംഘടനയുടെ മുമ്പിൽ ആളാവുകയാണ്. അവൻ പറയുന്നു, എനിക്ക് ആ സംഘടനയുടെ മെമ്പർഷിപ്പ് ഉണ്ട്, എനിക്ക് സംഘടനയുടെ മെമ്പർഷിപ്പ് ഉണ്ട്, ആ തങ്ങളെന്റെ കയ്യിലാണ്, ആ ഉസ്താദിന്റെ കയ്യിലാണ്, ആ തങ്ങളെന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ആ ഉസ്താദിന് ഭക്ഷണം ഞാനാണ് കൊടുത്തത്,
കൊടുത്തത് എന്ന് വീമ്പിളക്കുന്ന ആളുകളില്ലേ? എന്നാൽ കേട്ടോ, സുബ്ഹാനല്ലാഹ്, ഏതെല്ലാം വിഷയത്തിന് മാതാപിതാക്കളോട്, സുബ്ഹാനല്ലാഹ്, ഭർത്താവിനോട്, ഭാര്യയോട്, കൂട്ടുകാരോട്, സംഘടനക്കാരോട്, കുടുംബത്തോട്, എല്ലാവരോടും അതാ പിണങ്ങിക്കഴിയുന്നവനില്ലേ? അവനെപ്പറ്റി പറഞ്ഞതെന്താ? സുബ്ഹാനല്ലാഹ്, ചിന്തിക്കണേ മോമിനെ, ചിന്തിക്കണേ മോമിനെ. അവന്റെ ഒരു അമലും അല്ലാഹ് സ്വീകരിക്കൂല, ഒരു അമലും അല്ലാഹ് സ്വീകരിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു, ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യനാരാണ്? കുടുംബ ബന്ധം ചേർക്കുന്നവനാണ്, സുഹൃത്ത് ബന്ധം ചേർക്കുന്നവനാണ്, അയൽപക്ക ബന്ധം ചേർക്കുന്നവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തെടുക്കാൻ നേരത്ത് പോലും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ കുടുംബബന്ധം മുറിച്ച് കളയല്ല, കുടുംബബന്ധം ചേർക്കണേ, കുടുംബബന്ധം ചേർക്കണേ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഒരു അഅറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്നു. ആ സമയത്ത് അഅറാബിയോട് നബി തങ്ങൾ പറഞ്ഞു, ഇറങ്ങിപ്പോകൂ പുറത്ത്, എന്റെ മജ്ലിസിൽ ഇരിക്കരുത്, നീ എന്റെ മജ്ലിസിൽ ഇരിക്കരുത്. സഹാബത്ത് ആകെ കൺഫ്യൂഷനായി, ബേജാറായി, വെപ്രാളപ്പെട്ട് ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങളോട് സഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, എന്തിനാണ് നബിയേ ഒരു മുന്നറിയിപ്പുമില്ലാതെ അറബിയോട് സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടത്? ആ സമയത്ത് നബി മുഹമ്മദ് മുസ്തഫ, ലോകത്തിന്റെ നേതാവ്, നമ്മുടെ എല്ലാവരുടെയും ചങ്കില ചോരയായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവൻ കുടുംബബന്ധം മുറിച്ചവനാണ്, കുടുംബത്തിൽ പലരുമായി തെറ്റി നിൽക്കുന്നവനാണ്. അവനുള്ള സ്ഥലത്ത് മലക്കുകൾ വരൂല്ല, റഹ്മത്തിറങ്ങൂല്ല. തങ്ങളുടെ പ്രഖ്യാപനം, ഇന്ന റഹ്മത ലാ തൻസിലു ഫീ ഖൗമിൻ ഫീഹി ഖാതിഉ റഹ്മിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്, ഓ മുഅ്മിനീങ്ങളെ, ഇന്ന റഹ്മത, അല്ലാഹുവിന്റെ കാരുണ്യം, അല്ലാഹുവിന്റെ കാരുണ്യമുണ്ടല്ലോ, ലാ തൻസിൽ, അതിറങ്ങൂല, ഫീ ഖൗമിൻ, ഒരു ജനതയിലേക്ക്, ഫീഹിം, അവിടെയുണ്ട്, ആ ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്, ആ സദസ്സിലുണ്ട്, ഖാതിഉ റഹ്മിൻ, കുടുംബബന്ധം മുറിച്ചവൻ ആ സ്ഥലത്തുണ്ടെങ്കിൽ അവിടെ റഹ്മത്ത് ഇറങ്ങൂല. ആരാ പറയുന്നത്?